ചാണക്യന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ ശക്തി പണമാണ്. ഒരു വ്യക്തിക്ക് ധനമുണ്ടെങ്കിൽ അവന് ഒറ്റയാൾ അല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും പിന്തുണയും അവനെ ചുറ്റിപ്പറ്റിയുണ്ടാകും. പണമുള്ളവന്റെ വാക്കുകൾക്ക് സമൂഹത്തില് വിലയുണ്ടാകും. അവന്റെ തീരുമാനങ്ങള് ഗൗരവത്തോടെ സ്വീകരിക്കപ്പെടും. എന്നാല് പണമില്ലാത്തവന് എത്ര കഴിവുള്ളവനായാലും പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. ഇവിടെ ചാണക്യന് പണം മഹത്തായ മൂല്യമാണെന്ന് പറഞ്ഞിട്ടില്ല. പകരം സമൂഹം പണത്തോടാണ് ബഹുമാനം നൽകുന്നതെന്ന കൈപ്പേറിയ യാഥാർത്ഥ്യമാണ് അദ്ദേഹം തുറന്നു കാണിക്കുന്നത്. ചാണക്യന്റെ ഏറ്റവും ശക്തമായ നിരീക്ഷണങ്ങളില് ഒന്നാണ്, ഒരു വ്യക്തി സമ്പന്നനായാല് അവന് വിഡ്ഢിയാണെങ്കിലും ബുദ്ധിമാനും പണ്ഡിതനും കഴിവുള്ളവനുമായി സമൂഹം കണക്കാക്കും എന്നത്. ധനം ഉള്ളിടത്ത് തെറ്റുകളും ശരിയാകുകയും പരാജയങ്ങള് പോലും വിജ്ഞാനമായി വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് നീതിയാണോ എന്ന ചോദ്യം നിലനിൽക്കുമ്പോഴും സമൂഹത്തിന്റെ മനോഭാവം ഇങ്ങനെ തന്നെയാണെന്ന് ചാണക്യന് നിസ്സംശയം വ്യക്തമാക്കുന്നു. അതിനാല് ജീവിതത്തില് മുന്നോട്ടു പോകാന് ബുദ്ധിയോടൊപ്പം സാമ്പത്തിക ബോധവും അനിവാര്യമാണെന്ന പാഠമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അച്ചടക്കമില്ലാത്ത ഒരു വ്യക്തി ഒരിക്കലും സന്തോഷവാനാവില്ലെന്നും അവന് ചുറ്റുമുള്ളവരെയും അസന്തുഷ്ടരാക്കുമെന്നും ചാണക്യന് പറയുന്നു. ഇത്തരക്കാര് നിയമങ്ങള് ലംഘിക്കുകയും സമൂഹത്തില് കലഹങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യും. സ്വയം നിയന്ത്രണമില്ലാത്ത വ്യക്തി സ്വന്തം ജീവിതം മാത്രമല്ല മറ്റുള്ളവരുടെ സമാധാനവും നശിപ്പിക്കുന്നു. ചാണക്യന് ഇവിടെ പതിപ്പിക്കുന്നത് വ്യക്തമാണ്. അച്ചടക്കം നഷ്ടപ്പെട്ടാല് സ്വാതന്ത്ര്യവും മാന്യതയും ഒരേസമയം നഷ്ടപ്പെടും. വളരെ ചർച്ചകൾക്ക് വഴിവെച്ച ഒരു അഭിപ്രായമാണ് സ്ത്രീയെക്കുറിച്ച് ചാണക്യന് പറഞ്ഞത്. ഒരു സ്ത്രീ പുരുഷനേക്കാൾ ഇരട്ടി ഭക്ഷണം കഴിക്കുന്നുവെന്നും 4 ഇരട്ടി ബുദ്ധിയുള്ളവളും 6 ഇരട്ടി ധൈര്യശാലിയുമാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകള്. ഇതിനെ അക്ഷരാർത്ഥത്തില് കാണേണ്ടതില്ല. സ്ത്രീയുടെ സഹനശക്തിയും മാനസിക ധൈര്യവും ബുദ്ധിശക്തിയും പുരുഷനേക്കാള് പലപ്പോഴും ശക്തമാണെന്ന സത്യം അടയാളപ്പെടുത്താനാണ് ഈ വാക്കുകള്. ഇന്നത്തെ സമൂഹത്തില് സ്ത്രീകള് എല്ലാ മേഖലയിലും മുന്നേറുന്നത് ചാണക്യന്റെ ഈ നിരീക്ഷണം എത്രത്തോളം പ്രസക്തമാണെന്ന് തെളിയിക്കുന്നു. നിങ്ങളുടെ രഹസ്യങ്ങൾ ആരോടും പങ്കുവെക്കരുതെന്നതാണ് ചാണക്യന്റെ കഠിനമായ മുന്നറിയിപ്പ്. ഈ ശീലം നിങ്ങളെ പതുക്കെ നശിപ്പിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അടുത്ത സുഹൃത്തായാലും ബന്ധുവായാലും നിങ്ങളുടെ ലക്ഷ്യങ്ങളും പദ്ധതികളും വിജയം കാണുന്നതുവരെ രഹസ്യമാക്കി വെക്കണം. കാരണം എല്ലാ ആളുകളും നിങ്ങളെ മുന്നേറുന്നത് കാണാൻ ആഗ്രഹിക്കണമെന്നില്ല. അധികം സംസാരിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ ശക്തിയല്ല, നിങ്ങളുടെ ദൗർബല്യമായിത്തീരുമെന്ന ബോധ്യമാണ് ഇവിടെ ചാണക്യന് നൽകുന്നത്. ചാണക്യന് തുറന്നു പറയുന്ന മറ്റൊരു കൈപ്പേറിയ സത്യം, ഓരോ സൗഹൃദത്തിനും പിന്നില് ഏതെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥത ഉണ്ടെന്നതാണ്. പൂർണ്ണമായും സ്വാർത്ഥതയില്ലാത്ത സൗഹൃദമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇത് കേൾക്കുമ്പോൾ നിരാശ തോന്നാമെങ്കിലും മനുഷ്യ സ്വഭാവത്തിന്റെ യാഥാർത്ഥ്യമാണ് ഇത്. സഹായവും പിന്തുണയും പലപ്പോഴും പരസ്പര പ്രതീക്ഷകളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ഇതറിയുമ്പോൾ നമ്മൾ ആളുകളെ അന്ധമായി വിശ്വസിക്കുന്നത് ഒഴിവാക്കി ബുദ്ധിയോടെ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാന് പഠിക്കും. ചാണക്യന്റെ അഭിപ്രായത്തില് വിദ്യാഭ്യാസമാണ് മനുഷ്യന് നേടാവുന്ന ഏറ്റവും നല്ല സുഹൃത്ത്. വിദ്യാസമ്പന്നനായ ഒരാൾക്ക് എല്ലായിടത്തും ബഹുമാനം ലഭിക്കുകയും ജീവിതത്തില് മുന്നേറാനുള്ള വഴികള് തുറക്കുകയും ചെയ്യും. പണം നഷ്ടപ്പെടാം, ബന്ധങ്ങള് മാറിപ്പോകാം, പക്ഷേ വിദ്യാഭ്യാസം ഒരിക്കലും നിങ്ങളെ വിട്ടുപോകില്ല. ഏത് സാഹചര്യത്തിലും നിങ്ങളെ ഉയർത്തുനിർത്തുന്ന ശക്തിയാണ് വിദ്യ. അതുകൊണ്ടുതന്നെ ദീർഘകാല വിജയത്തിന്റെ അടിസ്ഥാനം വിദ്യാഭ്യാസമാണെന്ന് ചാണക്യന് ഉറപ്പോടെ പറയുന്നു. ഭൂതകാലത്തെക്കുറിച്ച് പശ്ചാത്തപിക്കേണ്ടതില്ലെന്നും ഭാവിയെക്കുറിച്ച് അമിതമായി ആകുലപ്പെടേണ്ടതില്ലെന്നും ചാണക്യന് ഉപദേശിക്കുന്നു. ജ്ഞാനിയായ ഒരാളെ എപ്പോഴും വർത്തമാനകാലത്തിലാണ് ജീവിക്കുന്നത്. കഴിഞ്ഞുപോയത് തിരുത്താനാവില്ല, വരാനിരിക്കുന്നത് നമ്മുടെ കയ്യില് പൂർണ്ണമായുമില്ല. എന്നാൽ ഇപ്പോൾ ഉള്ള നിമിഷം നന്നായി ഉപയോഗിച്ചാല് ഭാവി സ്വയം മെച്ചപ്പെടും. ജീവിതത്തില് സമാധാനവും വിജയവും നേടാനുള്ള ഏറ്റവും വലിയ രഹസ്യം ഇതാണെന്ന് ചാണക്യന് നമ്മെ പഠിപ്പിക്കുന്നു.